ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീണ്ട സർക്കാർ അടച്ചുപൂട്ടലിലൂടെ കടന്നുപോകുന്ന അമേരിക്ക നീങ്ങുന്നത് ഗുരുതര പ്രതിസന്ധിയിലേക്ക്. ഇടക്കാല ധനവിനിയോഗ ബില്ല് പാസാക്കാനുള്ള ശ്രമം 15ാം തവണയും പരാജയപ്പെട്ടു. എല്ലാ കുറ്റവും ഡെമോക്രാറ്റുകളുടെ തലയിലിട്ട് ട്രംപ് ഭരണകൂടം കൈ കഴുകുമ്പോൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുടെ നടത്തിപ്പ് പോലും അവതാളത്തിലായിരിക്കുകയാണ്. ട്രംപിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് 35 ദിവസമാണ് ഷട്ട്ഡൌൺ നീണ്ടതെങ്കിൽ ഇത്തവണ അത് 38 ദിനങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു. ട്രംപ് ഭരണത്തിലുണ്ടായിരുന്ന 2018-19 സാമ്പത്തിക വർഷത്തിലാണ് 35 ദിവസം നീണ്ട ഷട്ട്ഡൌണിലൂടെ അമേരിക്ക കടന്നുപോയത്. ഇത്തവണ പ്രതിസന്ധി അതിലും ഗുരുതരമാണ്. ഒക്ടോബർ 1 ആരംഭിച്ച അടച്ചുപൂട്ടൽ ഇനിയും നീണ്ടാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിവാരം $15 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇത് വളർച്ചാ നിരക്കിൽ 0.1% മുതൽ 0.2% വരെ ഇടിവുണ്ടാക്കും. പ്രശ്നപരിഹാരം കാണാനുള്ള ഏക മാർഗം റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള പ്രതിനിധി സഭ ധനവിനിയോഗ ബില്ല് പാസാക്കുകയാണ്. എന്നാൽ മെഡിക്കെയ്ഡ് അടക്കം ക്ഷേമ പദ്ധതികൾ ഗണ്യമായി വെട്ടിച്ചുരുക്കാനുള്ള നീക്കം ഡെമോക്രാറ്റുകൾ അംഗീകരിക്കില്ല. ഷട്ട്ഡൌൺ ഒഴിവാക്കാൻ പാസാക്കാറുള്ള ഇടക്കാല ബില്ല് ഹൌസിൽ പാസായെങ്കിലും സെനറ്റിൽ 15ാം തവണയും വോട്ടിന് വെച്ച് പരാജയപ്പെട്ടു. 53 അംഗങ്ങളാണ് പ്രതിനിധി സഭയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളത്. ബില്ല് പാസാകാൻ വേണ്ടത് 60 വോട്ടുകളും. ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാതെ സേവനം തുടരുമ്പോൾ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കായി ട്രംപ് പണമൊഴുക്കുന്നുവെന്നാരോപിച്ചാണ് ഡെമോക്രാറ്റുകൾ വീണ്ടും ബില്ലിനെ എതിർത്തത്. ഷട്ട്ഡൌൺ നീളുന്നതോടെ പോഷകാഹാര പദ്ധതിയായ സ്നാപ്പിന്റേതടക്കം ഫണ്ടിംഗ് അവതാളത്തിലാണ്. നവംബർ 1 മുതൽ 41 ദശലക്ഷം ഗുണഭോക്താക്കളുള്ള ഫുഡ് സ്റ്റാമ്പുകളുടെ വിതരണം നിലച്ചു. അടിയന്തര ഫണ്ട് അനുവദിച്ച് പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടെങ്കിലും ഇത് പിന്നീട് സ്റ്റേ ചെയ്തു. 60 വർഷത്തിനിടെ ആദ്യമായാണ് സ്നാപ്പ് പദ്ധതിയുടെ ഫണ്ടിംഗ് പൂർണ്ണമായും നിലയ്ക്കുന്നത്. 2 മാസത്തോളമായി 1.5 ദശലക്ഷം ഫെഡറൽ ജീവനക്കാർ വേതനമില്ലാത്ത സേവനത്തിലാണ്. ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. ജീവനക്കാരുടെ കുറവ് മൂലം 40 പ്രധാന വിമാനത്താവളങ്ങളിലെ 10%-ലധികം വിമാന സർവീസുകളാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. അടച്ചുപൂട്ടൽ ഇനിയും നീണ്ടാൽ നവംബർ 14 20% സർവീസുകളും നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ദേശീയോത്സവമായ താങ്ക്സ് ഗിവിംഗിന് മുൻപ് താൽക്കാലിക ബില്ല് പാസാക്കി അടിയന്തര പരിഹാരം കാണാനുള്ള ശ്രമം തുടരുകയാണ് ട്രംപ് ഭരണകൂടം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.